അങ്ങനെ ഇന്ത്യൻ ഫുട്ബോൾ ലീഗിൻ്റെ ഒരു 2024-25 സീസണിൻ്റെ ഒരു കലണ്ടർ ഒഫീഷ്യലി വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് വളരെ എക്സൈറ്റ് ചെയ്യിക്കുന്ന ഒരു കലണ്ടർ തന്നെയാണ്. കാരണം ജൂലൈ മാസത്തിൽ തുടങ്ങി ഏതാണ്ട് ഏപ്രിൽ അവസാനം വരെ നീണ്ടു നിൽക്കുന്ന ഒരു കലണ്ടറാണ്. ഏതാണ്ട് 8 മാസത്തിന് മുകളിൽ നീണ്ടു നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം. ഇനി ഇന്ത്യൻ ഫുട്ബോൾ വരാൻ പോകുന്ന ഏറ്റവും ലോങ്ങസ്റ്റ് ഒരു സീസണായിട്ട് തന്നെ നമുക്ക് ഇതിനെ വിലയിരുത്താം. അതിനോടൊപ്പം തന്നെ മറ്റ് ചില കാര്യങ്ങൾ കൂടി ഇതിനകത്ത് ആഡ് ചെയ്യേണ്ടതുണ്ട്, എക്സൈറ്റ് ചെയ്യിക്കുന്ന ചില കാര്യങ്ങൾ. ആദ്യത്തേതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡുറൻ കപ്പോട് കൂടി തന്നെയാകും ആരംഭിക്കുക. ഡുറൻ കപ്പ് ജൂലൈ 23-നോ 24-നോ 25-നോ സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് ഓഗസ്റ്റ് അവസാന വീക്ക്, അതായത് ഓഗസ്റ്റ് 31 കൂടിയൊക്കെ തീരുന്ന ഒരു രീതിയിലായിരിക്കും ഉണ്ടാകുക. സാധാരണ ഗതിയിൽ എന്ന പോലെ തന്നെ ഒരു പ്രീ സീസൺ ടൂർണമെൻ്റ് ആയിട്ടായിരിക്കും ഡുറൻ കപ്പ് ഉണ്ടാകുക എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഫെഡറേഷൻ കപ്പ് അല്ലെങ്കിൽ സൂപ്പർ കപ്പ്. ഇതായിട്ട് ആകും നമ്മുടെ ഒരു ക്ലബ് ലെവൽ ഒരു ഡൊമസ്റ്റിക് ടൂർണമെൻ്റ് എന്നുള്ള നിലയിൽ നടക്കുന്നുണ്ടാകുക. AFC സ്പോർട്ടൊക്കെ ഉള്ളൊരു ടൂർണമെൻ്റ് എന്ന നിലയിൽ. സാധാരണ ഇത് നമുക്കറിയാലോ സൂപ്പർ കപ്പ് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത്. ഇത്തവണയാണെങ്കിൽ ഒരു മിഡ് സീസണിലാണ്, അല്ലാത്ത പക്ഷം സീസണിന് ശേഷമാണ് നടക്കുന്നത്. പക്ഷേ ഇനിയിപ്പം ലീഗിനോടൊപ്പം, അതായത് ISL-നും ലീഗിനോടൊപ്പം സൈമൾട്ടേനിയസ്ലി തന്നെ ഈ ഒരു ടൂർണമെൻറ്റ് നമ്മുടെ FA കപ്പോ സ്പാനിഷിലെ മറ്റ് ഏത് രാജ്യത്തെ ടോപ്പ് യൂറോപ്യൻ കൺട്രീസിലൊക്കെ നടക്കുന്നത് പോലെ തന്നെയുള്ളൊരു ഫോമാറ്റിൽ നടക്കും. അത് വളരെ നല്ല കാര്യമാണ്. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വീക്ക് ഡേയ്സിലൊക്കെയാണ് നടക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡൊമസ്റ്റിക് പ്ലേയേഴ്സിനൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും. അപ്പം അവരെ ടെസ്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അവർക്ക് ലീഗ് കളിക്കാൻ ചിലപ്പോൾ ഒരു ചാൻസ് കിട്ടാൻ അത് കാരണമായേക്കാം. അങ്ങനെയുള്ള ഒരുപാട് പോസിറ്റീവ് തിങ്സ് ഉണ്ട്. പിന്നെ ഗെയിം ടൈം കിട്ടാത്തവർക്ക് അവിടെ ഗെയിം ടൈം കൊടുക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അതുപോലെ തന്നെ ചിലപ്പോൾ 32 ടീമുകളൊക്കെ വരെ വന്നേക്കാം. അതായത് ISL ലീഗ് ക്ലബ്സ് മാത്രമല്ല ലീഗ് 2-ൽ നിന്നുമുള്ള ക്ലബ്സിനെയൊക്കെ ഉൾപ്പെടുത്താനുള്ള സാധ്യതകളെ പറ്റിയൊക്കെ മുമ്പ് AFF-ൻ്റെ ബോർഡൊക്കെ സംസാരിച്ചതാണ്. അപ്പം അതിനുമൊക്കെയുള്ളൊരു സാധ്യതകൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ ISL-ലും ലീഗും ഈ പറഞ്ഞതുപോലെ ഒരു നീണ്ടു നിൽക്കുന്ന ഒരു സീസൺ തന്നെ ആയിരിക്കും. അതായത് ഒക്ടോബറിൽ തുടങ്ങിയിട്ട് ഏപ്രിൽ 30 വരെയൊക്കെ അല്ലെങ്കിൽ 31 വരെ, ഏപ്രിൽ 30 വരെയൊക്കെ നീണ്ടു നിൽക്കുന്ന ഒരു രീതിയിലൊക്കെയാണ് പറയുന്നത്. അതായത് ഇപ്പം ലീഗിൻ്റെ ഡേറ്റ്സ് ആണ് വന്നിട്ടുള്ളത്. അതായത് ഏതാണ്ട് ഒരു ഒക്ടോബർ 19-ന് തുടങ്ങി ഏപ്രിൽ 30-ന് തീരുന്നു. ISL-ൻ്റെ വന്നിട്ടില്ല. അതിപ്പം FSDL-ൻ്റെ കയ്യിലൊക്കെ ആയതുകൊണ്ട് അവരത് ഒഫീഷ്യലി പുറത്തുവിടുമായിരിക്കും. അതുപോലെ IWL-ലും 6 മാസത്തെ ഒരു ലീഗ് എന്ന നിലയിൽ, അതായത് വുമൻസ് ലീഗ് ഒരു ഫോമാറ്റിൽ തന്നെ നീണ്ടു നിൽക്കുന്നത് അതും ഒരു നല്ല കാര്യം തന്നെയാണ്. അതായത് ഒക്ടോബർ 25-ന് തുടങ്ങി ഏപ്രിൽ 30-ന് വരെ നീണ്ടു നിൽക്കുന്നതാണ്. അതും ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷേ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യം നമ്മുടെ യൂത്ത് ലീഗ്, അതായത് Under 13, Under 15, Under 19 കാറ്റഗറി വരുന്നൊരു സമയത്ത് അതിലും ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് നമ്മളുടെ യൂത്ത് ലീഗ്, അതായത് Under 13, Under 15, Under 17 ഈ ഒരു കാറ്റഗറീസിൽ ഉള്ള യൂത്ത് ലീഗ് 9 മാസം നീണ്ടു നിൽക്കുന്ന ഒരു യൂത്ത് ലീഗ് എന്ന നിലയിലായിരിക്കും ആക്ട് ചെയ്യുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് യൂത്ത് ലീഗിൽ പ്ലേയേഴ്സിന് അറ്റ്ലീസ്റ്റ് ഒരു 50 to 60 മാച്ച് കിട്ടണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ യൂറോപ്പിലൊക്കെ ആ ഒരു ഏജിലുള്ള പ്ലേയേഴ്സ് അത്രയും മാച്ച് കിട്ടുന്നുണ്ടാവും. അതാണ് ഒരു കീ ഫാക്ടർ എന്ന് പറയുന്നത്. അത്രയും ഇപ്പം നമ്മുടെ അവിടെ യൂത്ത് ഡെവലപ്മെൻ്റ് ഒക്കെ നടക്കുന്നുണ്ടാകും. പക്ഷേ ഈ ഒരു മാച്ചസ് കൂടി കളിക്കുക എന്നുള്ളത്, ഒരു യങ് ഏജിൽ ഇത്രയും മാച്ചസ് കൂടി കളിക്കുക എന്നുള്ളതും അവരുടെ കരിയറിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമായിരിക്കും. ഇപ്പോൾ നമ്മുടെയൊക്കെ ഇത്തവണത്തെയൊക്കെ ലീഗ് ഒരു പ്രശ്നം, അതായത് യൂത്ത് ലീഗിൻ്റെയൊക്കെ ഒരു പ്രശ്നമായിട്ട് തോന്നുന്നത് ഇപ്പം ഓൾ ഇന്ത്യ ലെവലിൽ നടത്തിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ലോജിസ്റ്റിക്കൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതായത് ട്രാവലിങ്ങിൻ്റെ കാര്യം, അതൊക്കെ ഒരു വലിയ എക്സ്പെൻസ് തന്നെയാണ് അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന സോണൽ ബേസിൽ തന്നെയാണ്. ഇപ്പം ഫുട്ബോൾ ഹബ്ബായിട്ടുള്ള കേരള, ഗോവ, കർണാടക, ബംഗാൾ, നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സ് ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ആ ഒരു സ്റ്റേറ്റിൽ തന്നെ ഒരു 10-20 ക്ലബ്സിനെ കിട്ടും. അല്ലാത്തടത്തൊക്കെ ആണെങ്കിൽ ഇപ്പം നോർത്തിലെ ചില ഇപ്പം പഞ്ചാബ്, ഹരിയാന, ഡൽഹി ബേസ് ആണെങ്കിലും അങ്ങനെ പല സ്ഥലങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് ഒന്നിച്ച് ഇപ്പോൾ അവർക്ക് ലോജിസ്റ്റിക്കൽ പ്രശ്നമില്ലാത്തടത്ത് നോക്കി, ട്രാവൽ പ്രശ്നമില്ലാത്തടത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ 20 ക്ലബ്സിനെ ആറ്റ് ചെയ്തിട്ട് ആ ഒരു സോണൽ ബേസിൽ തന്നെ 20 ക്ലബ്സ് ഹോം ആൻഡ് അവേ ഫോമാറ്റിൽ കളിച്ചാൽ തന്നെ അവിടെ ഒരു 38 മാച്ച് കിട്ടും. പിന്നെ ഒരു നാഷണൽ ചാമ്പ്യനെ വേണമെങ്കിൽ അത് പിന്നെ വേണമെങ്കിൽ ഒരു വെന്യൂലാക്കി നടത്തി അവിടുന്ന് ഒരു 10 മാച്ചൊക്കെ കൊടുത്താൽ തന്നെ ഈ പറഞ്ഞ പോലെ അറ്റ്ലീസ്റ്റ് 50 മാച്ചെങ്കിലും കിട്ടുന്ന ഒരു സാഹചര്യത്തിൽ വരും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ഒരു ഇത് കലണ്ടറിൽ ഈ ഒരു രീതിയിൽ 9 മാസം നീണ്ടുന്ന യൂത്ത് ലീഗ് എന്ന് കണ്ടപ്പോൾ അതാണ് ഞാൻ എന്നെ കൂടുതൽ എക്സൈറ്റ് ചെയ്തത്. അത് നടക്കട്ടെ. ആ ഒരു നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ അത്ര മാച്ചസ് ഓരോ ടീമുകൾക്കും ഓരോ താരങ്ങൾക്കും കിട്ടട്ടെ എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഒപ്പം സ്വല്പം കാണിക്കുകയാണ്.